ഇനി നമ്മൾ വളരെ വ്യത്യസ്തയായ ഒരാളെ പരിചയപ്പെടാനാണ് പോകുന്നത്. ഒരു മിനിറ്റിൽ നിങ്ങൾക്ക് എത്ര വിമാനത്താവളങ്ങൾ ഓർത്തു പറയാനാകും? ഒരു മിനിറ്റിൽ വിമാനത്താവളങ്ങളുടെ 104 കോഡുകൾ ഓർത്തു പറഞ്ഞ് ലോക റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുകയാണ് തിരുവനന്തപുരം സ്വദേശിനി ശ്രുതി ശശീന്ദ്രൻ. ജോലി തിരക്കുകൾക്കിടയിലാണ് ശ്രുതിയുടെ ഈ അപൂർവ നേട്ടം. Haifa, Townsville, Savarnabhumi, Kotaka, Zurich, Floro, Da Nang, Haita, Barrow, Marco Polo, Vasa, Indira Gandhi, Tehran, Araba, John F. Kennedy, Kuala Lumpur, Yarding, Adolfo Madrid, Cairo, Cairns, Munich. എന്നോ മനസ്സിൽ കയറിക്കൂടിയ ആഗ്രഹമാണ് ഗിന്നസ് റെക്കോർഡ്. ഒരുപാട് ആലോചിച്ചു, എന്തു ചെയ്യണമെന്ന് തീരുമാനിക്കാൻ വർഷങ്ങളെടുത്തു. വിവാഹശേഷം ശ്രുതിയും കുടുംബവും ഓസ്ട്രേലിയയിലേക്ക് പോയി. അതിനിടയിലാണ് ഇഷ്ടമുള്ള ഏവിയേഷൻ വിഭാഗത്തിൽ റെക്കോർഡിന് ശ്രമിക്കാമെന്ന് തീരുമാനിച്ചത്. സാന്റ മറിയ, കൊമാസ്ട്രി, നറീറ്റ, ക്ലാർക്ക്, കാർത്തോം, ഛത്രപതി ശിവാജി ടവർ, സിംഗപ്പൂർ, ജസോറി, ഉഫ, ജിംപോ, ഗേൾ ഹോസ്റ്റ്. പുതിയൊരു കാറ്റഗറിയാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അയട്ട കോച്ച് യൂസ് ചെയ്തിട്ടാണ് ഞാൻ എയർപോർട്ടുകൾ ഐഡന്റിഫൈ ചെയ്തത്. ഒരു മിനിറ്റിൽ ഏകദേശം 104 എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. 95 എണ്ണമാണ് ഇപ്പോൾ വേൾഡ് റെക്കോർഡിലേക്ക് വന്നിരിക്കുന്നത്. ആദ്യ അക്ഷരം കൊണ്ട് തന്നെ വിമാനത്താവളം തിരിച്ചറിഞ്ഞാലേ റെക്കോർഡ് നേടാനാകൂ എന്ന ഘട്ടത്തിലാണ് പരിശീലനത്തിന് കൂടുതൽ സമയം നൽകേണ്ടി വന്നത്. ഇതിനിടയിൽ ജോലി നഷ്ടപ്പെട്ടു. ആദ്യത്തെ 3 ആപ്ലിക്കേഷൻസും അവർ റിജക്ട് ചെയ്തു. എല്ലാ പെർമ്യൂട്ടേഷൻസും കോമ്പിനേഷൻസ് നോക്കിയിട്ടാണ് പിന്നെ 4മതൊരു ആപ്ലിക്കേഷൻ ഞാൻ ഇട്ടത് അപ്രൂവ് ചെയ്ത് എനിക്ക് ഗൈഡ് ലൈൻ കിട്ടുന്നത്. എന്നിട്ട് ആ ഗൈഡ് ലൈൻ ഫോളോ ചെയ്തിട്ടാണ് ഞാൻ അറ്റംപ്റ്റ് ചെയ്തത്. അതിൽ ഫസ്റ്റ് ഒന്ന് എനിക്ക് ഡിസ്ക്വാളിഫൈ ആയി. പിന്നെ ഞാൻ അറ്റൻഡ് ചെയ്തു. പിന്നെയും ഞാൻ അറ്റംപ്റ്റ് ചെയ്തു ഓൺ 5th December. അതാണ് എനിക്ക് അപ്രൂവൽ ആയിട്ട് വേൾഡ് റെക്കോർഡ് ടൈറ്റിൽ എനിക്ക് നേടിത്തന്നത്. ആഗ്രഹം ശീലമാക്കി നേട്ടത്തിൽ പുഞ്ചിരിക്കുകയാണ് ശ്രുതി. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. നമുക്കിപ്പം രാഹുൽ ജിനാഥ് ചേരുന്നുണ്ട്. രാഹുൽ, എത്രമാത്രം നിശ്ചയദാർഢ്യവും ആത്മവിശ്വാസവും ഒക്കെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള ഒരു വിജയമാണ് ശ്രുതിക്ക് ലഭിച്ചത് എന്ന് പറയാതിരിക്കാനാവില്ല. കാരണം ഒരു മിനിറ്റിലാണ് ഇത്രയധികം വിമാനത്താവളങ്ങളുടെ പേര് പറയുന്നത്. അത്ഭുതം തന്നെയല്ലേ? ജയലക്ഷ്മി, അത് തന്നെയാണ് ഞാൻ ആലോചിച്ചത്. നമ്മൾ ഈ സ്റ്റോറി തുടങ്ങിയപ്പോൾ പറഞ്ഞത് ഇതൊരു ആഗ്രഹമായി കൊണ്ടു നടന്നു എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് ആഗ്രഹിക്കുന്നതിന് പരിധിയൊന്നുമില്ല. ഗിന്നസ് റെക്കോർഡ് ഒരു ആഗ്രഹമാണെന്ന് പറയുകയാണ്. എന്നാൽ എന്ത് ചെയ്യണമെന്നോ അതെങ്ങനെയാകണമെന്നോ എന്ന് ആദ്യം ഒരു നിശ്ചയമില്ലായിരുന്നു. ആ ഘട്ടത്തിലാണ് ജീവിതത്തിൻ്റെ എല്ലാ വിവാഹം കഴിയുന്നു, അമ്മയാകുന്നു, പിന്നീട് വേറെ നാട്ടിലേക്ക് തന്നെ പോകുന്നു. ആ സമയത്താണ് നമ്മൾ പണ്ട് പഠിച്ച കാര്യങ്ങൾ, എന്താ പഠിച്ചിരുന്നത്, ഞാൻ പഠിച്ചിരുന്നത് ഇതാണ് എന്ന് ഓർക്കുന്ന ഒരു ഇതുണ്ടല്ലോ. ചിലപ്പോൾ അത് ആ വിഷയവുമായി ബന്ധപ്പെട്ട് പോലും നമുക്ക് ഇഷ്ടം കാണില്ല. ഇഷ്ടമുണ്ടെങ്കിൽ തന്നെ പലതും മറന്നു പോയിട്ടുണ്ടാകും. അങ്ങനെ എന്ത് ചെയ്യാമെന്ന് ആലോചിക്കുമ്പോൾ പഠിച്ച ഏവിയേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വരുന്നു. എന്നിട്ട് അന്വേഷിച്ചു, വിമാനത്താവളങ്ങൾ ഓർത്തു പറയുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഇല്ല എന്ന് വേണ്ടി കണ്ടെത്തുന്നു. അങ്ങനെ ഒരു അന്വേഷണപരതയുണ്ട് അതിനകത്ത്. ഇഷ്ടം കൊണ്ടുണ്ടാകുന്ന ഒരു അന്വേഷണമുണ്ട്. ആ അന്വേഷണം ഗവേഷണത്തിലേക്ക് മാറുന്നു. എന്നിട്ട് പഠിക്കാൻ തുടങ്ങുകയാണ്. ഇതിപ്പോൾ ഈ പറഞ്ഞതുപോലെ ജോലി ഇടയ്ക്ക് നഷ്ടപ്പെടുന്നുണ്ട്. നമ്മളത് പറഞ്ഞു, ജോലി നഷ്ടപ്പെടുന്നുണ്ട്. ബാക്കി കാര്യങ്ങളിലെ സമയം ഇതിലേക്ക് മാറ്റി വയ്ക്കണം. 3 തവണ പരാജയപ്പെടുകയാണ്. അങ്ങനെ 3 തവണയും പരാജയപ്പെട്ട് 4ാം തവണയാണ് അത്തരത്തിൽ ഒരു മിനിറ്റിൽ 104 വിമാനത്താവളങ്ങളുടെ കോഡ് വെച്ച് പറയുന്നത്. അത് കോഡിൻ്റെ ആദ്യ അക്ഷരം കാണുമ്പോൾ വിമാനത്താവളം ഓർത്ത് പറയണം എന്നുള്ളത് തന്നെയാണ്. എന്തായാലും മനസ്സ് പെട്ടെന്ന് ചലിക്കണം, ഓർമ്മ പെട്ടെന്നുണ്ടാകണം. അങ്ങനെ എല്ലാം കൂടി ഒരുമിച്ച് നിന്നാലേ കാര്യമുണ്ടാകും. എല്ലാത്തിനും ഒരുമിച്ച് നിൽക്കാൻ കാരണമായത് എനിക്ക് തോന്നുന്നത് അടങ്ങാത്ത ആഗ്രഹമാണ്. ആ ആഗ്രഹത്തിൽ തുടങ്ങിയത് സ്വപ്നമായി മാറി, സ്വപ്നം ശീലമാക്കി ഇപ്പോൾ 4ാം തവണ ലോക റെക്കോർഡ് എന്ന് പറഞ്ഞ് പണ്ട് എപ്പോഴോ ചിന്തിച്ച ആഗ്രഹത്തിലേക്ക് എത്തുന്നത്. നമുക്കെന്തായാലും നേട്ടങ്ങളെല്ലാം വാർത്തകളാണ്. ഈ നേട്ടമെന്ന് പറയുന്നത് പണ്ടത്തെ ആഗ്രഹത്തിൽ നിന്ന് നേട്ടമായി മാറുമ്പോൾ അതെല്ലാവർക്കും പ്രചോദനമാണ്. എല്ലാവർക്കും പ്രചോദനമാകുന്ന, എല്ലാവർക്കും ആവേശമാകുന്ന ഒരു വ്യക്തിയെ പരിചയപ്പെടുത്താൻ കഴിഞ്ഞ സന്തോഷത്തിലാണ് ഈ വാർത്ത അവതരിപ്പിക്കുമ്പോൾ. തീർച്ചയായിട്ടും രാഹുൽ, ആഗ്രഹങ്ങൾക്ക് പരിധികളില്ല എന്നുള്ളത് തന്നെയാണ്. സ്വപ്നങ്ങൾക്ക് പിന്നാലെ പായുക എന്നൊരു വലിയൊരു പാഠം തന്നെയാണ് ശ്രുതി നമുക്ക് മുന്നിൽ തുറന്നിടുന്നത്. വലിയ പ്രചോദനവും നമുക്ക് അതുകൊണ്ട് തന്നെ ശ്രുതി നൽകുന്നുണ്ട്. കാരണം ഒരു മിനിറ്റിലാണ് ശ്രുതി ഇത്രയേറെ വിമാനത്താവളങ്ങളുടെ പേര് പറയുന്നത്. വിവാഹവും അല്ലെങ്കിൽ കുട്ടികളൊക്കെ ഒരു ബാരിയറായി കാണുന്ന ഒരു സമൂഹത്തിൽ അതൊന്നും അങ്ങനെയല്ല എന്ന് പറഞ്ഞുകൂടി വെക്കുകയാണ് ശ്രുതി.